ആ പണം ഞങ്ങൾ കിഡ്നാപ്പേഴ്സിന്റെ കയ്യിൽ കൊടുത്തില്ല മാഡം. സമയത്തിന് ഏട്ടൻ വന്നു. കിഡ്നാപ്പേഴ്സുമായിട്ട് വഴക്കുണ്ടാക്കി. പണം കൊടുക്കാതെ തന്നെ ആനന്ദിനെ സേഫാക്കി. ഇതാ മാഡം. എന്തിനാ നീ അത്രയും വലിയ റിസ്ക് എടുത്തത്? പണം അവർക്ക് കൊടുക്കായിരുന്നില്ലേ? അത് മാഡത്തിന്റെ കഠിനാധ്വാനമാണ്. ഇങ്ങനെ മോഷ്ടിക്കുന്നവർക്കും കൊള്ളയടിക്കുന്നവർക്കും ഈ പണത്തിന് മേൽ ഒരു അർഹതയില്ല. ആ ഗുണ്ടകൾ നിങ്ങളെയും കൊന്ന് ആ ദേഷ്യത്തിൽ എന്നെയും കൊന്ന എന്ത് ചെയ്യായിരുന്നു? ഏട്ടനെ നീ ഒരു സാധാരണക്കാരനായിട്ട് കാണണ്ട ആനന്ദ്. അങ്ങനെയുള്ള റൗഡീസിന് ഏട്ടനെ ഒന്നും ചെയ്യാനാവില്ല. അദ്ദേഹം നിന്നെ മാത്രമല്ല, നിന്റെ സ്വത്തുക്കളും കൂടിയാ രക്ഷിക്കാൻ നോക്കിയത്. അതുപോട്ടെ, ചേട്ടനെ കിഡ്നാപ്പ് ചെയ്തത് ആരാ? അവര് ചേട്ടൻ കണ്ടോ? ഇല്ല, എന്നെ കിഡ്നാപ്പ് ചെയ്ത സമയത്ത് അവർക്ക് മുഖംമൂടി ഉണ്ടായിരുന്നു. അതിനുശേഷം എനിക്ക് മുഖംമൂടി ഇട്ടു. അവരാരാന്ന് ഞാൻ കണ്ടില്ല. എനിക്കറിയാം. ആരാ മോളെ? അത് പറഞ്ഞാൽ മാഡത്തിന് വിഷമാവും. എന്റെ മകനെ കിഡ്നാപ്പ് ചെയ്തത് ആരായാലും ശരി, അവന് ഞാൻ മാപ്പ് കൊടുക്കില്ല. പറയൂ വസു, ആരാ അവൻ? അത് വേറെ ആരുമല്ല മാഡം, മാഡത്തിന്റെ അനിയൻ ചന്ദ്രശേഖര. നീ എന്താ വസു ഈ പറയുന്നത്? ബോധത്തോടെ തന്നെയാണോ സംസാരിക്കുന്നേ? എന്റെ ചെറിയച്ഛൻ എന്നെ എന്തിനാ കിഡ്നാപ്പ് ചെയ്യുന്നേ? ചെറിയച്ഛൻ ഞങ്ങൾക്ക് ദൈവത്തെ പോലെയാ. ചെറിയച്ഛൻ ഇങ്ങനെയൊക്കെ പറയാൻ നിങ്ങൾക്ക് എത്ര ധൈര്യമുണ്ട്? നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞങ്ങളെ വിശ്വസിക്കണോ? എവിഡൻസ് ഇല്ലാതെ ഞങ്ങൾ ഒന്നും പറയാറില്ല. അതിനുള്ള തെളിവ് ഞങ്ങളുടെ കയ്യിലുണ്ട്. എന്ത് തെളിവാ ഉള്ളത്? ഈ മോതിരം ചന്ദ്രശേഖരന്റേതാണല്ലോ. ഇത് മാഡത്തിന്റെ അനിയന്റെ മോതിരം തന്നെയല്ലേ? അതെ, ഇത് ചന്ദ്രശേഖരന്റെ റിങ്ങാ. എന്റെ ചെറിയച്ഛന്റെ മോതിരം എങ്ങനെയാ നിങ്ങളുടെ കയ്യിൽ വന്നത്? ഈ മോതിരം ഞങ്ങൾക്ക് ആ സ്പോട്ടിൽ നിന്ന് കിട്ടിയതാ. അപ്പോ ഇതിന്റെയൊക്കെ പിന്നിൽ ചെറിയച്ഛനാണെന്നാണോ? ഉറപ്പായിട്ടും അദ്ദേഹം ഇൻവോൾവ് ആയിട്ടുണ്ട്. ഇദ്ദേഹം ഫൈറ്റ് ചെയ്തത് 3 ആൾക്കാരുമായിട്ടാ. അതിലൊരാൾ ചന്ദ്രശേഖരനായിരുന്നു. അവിടുന്ന് രക്ഷപ്പെട്ട് ഓടിക്കളഞ്ഞു. അതുകൊണ്ടാ മോതിരം അവിടുന്ന് കിട്ടിയത്. എന്റെ ചെറിയച്ഛൻ എന്നെ കിഡ്നാപ്പ് ചെയ്യേണ്ട ആവശ്യം എന്താ? എന്റെ ചെറിയച്ഛന് ഞാൻ ജീവനാ. ഇതിൽ എന്തൊക്കെയോ ചീറ്റിംഗ് ഉണ്ട്. അമ്മ വിശ്വസിക്കരുത്. സംശയിക്കണമെന്ന് ഞങ്ങൾ പറയുന്നില്ല മാഡം. ചന്ദ്രശേഖരൻ സാറിനെ ഫോൺ വിളിച്ച് അദ്ദേഹം എവിടെയുണ്ടെന്ന് ചോദിക്കാം. വസു, എന്റെ ഫോണിങ്ങിതാ. ചന്ദ്രനെ ഒന്ന് ഫോൺ ചെയ്യട്ടെ. ഈ പ്ലാനും ഫെയിലായി. 50 ലക്ഷം എൻ്റെ കയ്യിൽ കിട്ടിയതാ. ആ അബിയും വസുവും കാരണം അത് നഷ്ടമായി. ആ വസുവിൻ്റെ പുറകെ അവൻ വരുമെന്ന് ഞാൻ വിചാരിച്ചതേയില്ല. ചേച്ചി എന്തിനാ വിളിക്കുന്നേ? ആനന്ദ് വീട്ടിലെത്തിയെന്ന് പറയാൻ വേണ്ടിയായിരിക്കും. ഹലോ ചേച്ചി. നീ എവിടെയാ ഉള്ളത് ചന്ദ്ര? അത് പിന്നെ ചേച്ചി, ഞാൻ ഓഫീസിൽ തന്നെയുണ്ട്.
വസുന്ധര ആനന്ദിനെ രക്ഷിക്കാനായി പോയല്ലോ. കിഡ്നാപ്പേഴ്സ് ആനന്ദിനെ വിട്ടായിരുന്നു ചേച്ചി. ആനന്ദിന് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. അവൻ ഭദ്രമായി വീട്ടിലെത്തിയല്ലോ. പെട്ടെന്ന് വീട്ടിലേക്ക് വാ ചന്ദ്ര. എന്തിനാ ചേച്ചി? വരാനല്ലേ പറഞ്ഞത്? ഉടനെ തന്നെ വീട്ടിലേക്ക് വരണം. ദേ ഇപ്പൊ വരാം ചേച്ചി. ഇപ്പൊ തന്നെ ഞാൻ ഇവിടെ ഇറങ്ങാം. ഉം. ചേച്ചി എന്താ ഇത്ര സീരിയസ് ആയി സംസാരിക്കുന്നേ? ഒരുപക്ഷെ ആനന്ദിനെ കിഡ്നാപ്പ് ചെയ്തത് ഞാനാണെന്ന് അറിഞ്ഞു കാണുമോ? എങ്ങനെ അറിഞ്ഞു കാണും? ഏട്ടാ അധികം തന്നെ. എന്തു പറ്റി മക്കളെ? നിങ്ങൾ മാത്രം ഇരുന്ന് പഠിക്കുന്നു. ഉണ്ണി എവിടെ പോയി? ഉണ്ണിച്ചേട്ടൻ ചെറിയച്ഛന് കാല് തടവി കൊടുത്തോണ്ടിരിക്കുക. ഉണ്ണി എന്തിനാ ചെറിയച്ഛന്റെ കാല് തടവുന്നേ? ഞങ്ങളുടെ ഹോംവർക്ക് നിർത്തിയിട്ട് ചേട്ടൻ ചെറിയച്ഛന് കാല് തടവി കൊടുക്കുകയാണ് വല്യമ്മേ. എന്നിട്ട് അവരെവിടെയാ ഉള്ളത്? രാഗിൽ, എന്താ ഏട്ടാ? നീ എന്താ ഈ ചെയ്യുന്നേ? ചെറിയ കുട്ടിയെ കൊണ്ടാണ് കാല് കളവിക്കുന്നേ. നിനക്ക് കാല് തിരുമ്പി തരാനായിട്ട് ഈ കൊച്ചു കുട്ടിയാണോ കിട്ടിയത്? കാർത്തികയെ കൊണ്ട് ചെയ്യിക്കാൻ പാടില്ലായിരുന്നോ? കാർത്തികയോടാ ഞാൻ കാല് തിരുമ്പാൻ പറഞ്ഞത്. അവളാ ചെയ്യുന്നെന്ന് കരുതി ഞാൻ ക്ഷീണത്തിൽ അങ്ങ് ഉറങ്ങിപ്പോയി ഏട്ടാ. കാർത്തികയുടെ കൈയും ഉണ്ണിയുടെ കൈയും തമ്മിലുള്ള വ്യത്യാസം നിനക്ക് അറിയില്ലേ അഖിൽ? കാലിന് നല്ല വേദനയായിരുന്നു ഏടത്തി, അതുകൊണ്ട് ഞാൻ ശ്രദ്ധിച്ചില്ല. എടി കാർത്തിക, നിന്നോടല്ലേ ഞാൻ കാല് തിരുമ്പാൻ പറഞ്ഞത്? ഉണ്ണി എന്തിനാ പറഞ്ഞു വിട്ടത്? അത് അഖിൽ, അത് പിന്നെ ഇതില് കാർത്തികയുടെ തെറ്റൊന്നുമില്ല കൊച്ചുമോനെ. ഇവള് നിനക്ക് കാല് തടവാൻ വേണ്ടി വന്നപ്പോ ഉണ്ണി വന്ന് ഞാൻ ചെയ്തോളാം ചെറിയമ്മേന്ന് പറഞ്ഞു. ഇതാണ് നടന്നത്. എന്നാണ് സത്യം. കള്ളം പറയരുത്. ചേട്ടൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല. അമ്മുമ്മയും ചെറിയമ്മയും ചേർന്ന് ചേട്ടനെ നിർബന്ധിച്ച് ചെറിയച്ഛന്റെ കാല് തടവാൻ പറഞ്ഞയച്ചു. നിങ്ങളൊന്നും മിണ്ടാതിരുന്നേ. വിരലിന്റെ എത്ര പോലും ആയില്ല. എല്ലാത്തിനും എന്തെങ്കിലും കള്ളം പറഞ്ഞു വരിക നിങ്ങളുടെ പണി. എന്താ ഉണ്ണി, നീ ഇവർക്ക് രണ്ടുപേർക്ക് ഇടയിൽ നിന്ന് വഴക്കുണ്ടാക്കാൻ നോക്കുക. നിന്റെ ചെറിയച്ഛന്റെ കാല് കാർത്തിക തടവാന്ന് പറഞ്ഞപ്പോ നീയല്ലേ ഇടയ്ക്ക് വന്ന് ഞാൻ ചെറിയച്ഛന് തടവി കൊടുക്കാന്ന് പറഞ്ഞത്? ഇപ്പൊ ഒന്നും അറിയാത്ത പോലെയാണല്ലോ നീ നിൽക്കുന്നേ. ഇവരോട് നീ എന്താ നടന്നതെന്ന് സത്യം പറ. ഇല്ലെങ്കില് ഇവർക്കിടയിൽ നീ കാരണം വലിയ വഴക്കുണ്ടാകും. അതെ വല്യച്ഛ, ഞാനാ നിർബന്ധം പിടിച്ച് ചെറിയച്ഛന്റെ കാല് തടവി കൊടുത്തത്. ഇതില് ചെറിയമ്മ തെറ്റൊന്നും ചെയ്തിട്ടില്ല വല്യച്ഛ. എന്തിനാ ചേട്ടാ ഇപ്പൊ കള്ളം പറയുന്നേ? അല്ല അനു, ഞാൻ സത്യം തന്നെയാ പറഞ്ഞത്. ചേട്ടനൊന്നും സ്വന്തം ഇഷ്ടപ്രകാരം അല്ല ചെയ്തത്. അത് ഞങ്ങൾക്കറിയാം. നിങ്ങൾക്കറിയില്ല. നിങ്ങൾ മിണ്ടാതിരിക്കെ. കേട്ടില്ലേ? എല്ലാ തെറ്റും ഉണ്ണിയുടേതാ. അവരാണ് നിർബന്ധിച്ച് അഖിലിന്റെ കാല് തടവിയത്. ആവശ്യമില്ലാതെ കാർത്തിക എന്തിനാ വഴക്ക് പറയുന്നേ? പാവം, ഇവക്കൊന്നും അറിയില്ല. താങ്ക്സ് ആന്റി. ഇനിമേൽ ഇങ്ങനെയുള്ള ജോലിയൊന്നും നീ ചെയ്യരുത് ഉണ്ണി. വാ. കൊച്ചുകുട്ടികൾ പഠിക്കണം.
ഇങ്ങനെയുള്ള ജോലികളൊന്നും ചെയ്യണ്ട. നീ വാ ഉണ്ണി, നടക്ക്. സത്യം പറയടി, ഉണ്ണി സ്വയം വന്ന് കാല് തടവിയതാണോ? നിങ്ങൾ പറഞ്ഞിട്ടില്ല അവൻ വന്നത്? ഉണ്ണി പറഞ്ഞില്ലേ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ചെയ്തതെന്ന്? എനിക്കെന്തോ ഡൗട്ട് തോന്നുന്നുണ്ട്. അപ്പൊ നിന്റെ ഭാര്യ എന്നെ വിശ്വാസമല്ലടാ നിനക്ക്? സത്യം എന്താണെന്ന് അറിയാത്തതുകൊണ്ട് ഞാനിപ്പോ വിശ്വസിക്കുന്നു. ഇനി നമ്മുടെ ഇടയ്ക്ക് ഒരിക്കലും കുട്ടികളെ ഇൻവോൾവ് ചെയ്യിപ്പിക്കരുത്. ഇത് നിന്നോടുള്ള എന്റെ ലാസ്റ്റ് വാർണിംഗ് ആണ്. എന്താടി ഇവൻ നിനക്കെതിരായിട്ട് സംസാരിക്കുന്നേ? ഈയിടെയായിട്ട് അഖിലിന് കുറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ആന്റി. അതാ പേടിയാകുന്നത്. നീ ഒന്നും വിഷമിക്കണ്ട. അവനെ മൊത്തത്തിൽ നമ്മുടെ സൈഡിലേക്ക് മാറ്റേണ്ട കടമ എന്റേതാ. സത്യം പറ ഉണ്ണി, നീയായിട്ട് തന്നെയാണോ കാല് തടവി കൊടുത്തത്? അത് അല്ല വല്യച്ഛാ, ചെറിയ വല്യച്ഛനോ അച്ഛനോ കാലുവേദന ഉണ്ടെന്ന് പറഞ്ഞാ ഞാൻ തടവി തരാതിരിക്കും തോന്നുന്നുണ്ടോ വല്യച്ഛ? ചെറിയച്ഛന്റെ കാല് തടവി കൊടുത്താൽ മാത്രം അതിലെന്താ എത്ര തെറ്റ്? നിനക്ക് എന്ത് വലിയ മനസ്സാ മോനെ ഉണ്ണി, ശരിക്കും മാതൃകയാ നീ. നീ ശരിക്കും അബിയുടെ മകൻ തന്നെയാണ് ഉണ്ണി. അബിയെ പോലെയാ നീയും ചിന്തിക്കുന്നത്. ചന്ദ്രൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. അദ്ദേഹത്തിന്റെ മരണശേഷം ചന്ദ്രൻ എനിക്ക് മൂത്ത മകനെ പോലെയാ. വീടും കമ്പനിയും നോക്കുന്നുണ്ട്. എത്ര വിശ്വസ്തനായിരുന്നു. അങ്ങനെയുള്ള ഒരാള് ഇങ്ങനെ ഒരു കാര്യം ചെയ്തു എന്ന് കേട്ടപ്പോ ആരെ വിശ്വസിക്കണം ആരെ വിശ്വസിക്കരുതെന്ന് പോലും എനിക്കറിയില്ല. ആനന്ദേ മോനെ, നിനക്കൊന്നും സംഭവിച്ചില്ലല്ലോ? ആ കിഡ്നാപ്പേഴ്സ് നിന്നെ ഉപദ്രവിച്ചൊന്നുമില്ലല്ലോ? നിന്നെ കണ്ടപ്പോഴാ എൻ്റെ നഷ്ടപ്പെട്ട ജീവൻ തിരികെ കിട്ടിയത്. നീ ഈ കുടുംബത്തിന്റെ അവകാശിയാ, ഉയർച്ചകളിൽ എത്തേണ്ടവനാ. നിനക്കൊരു പോറൽ പോലും വരാൻ പാടില്ല. അങ്ങനെ സംഭവിച്ചാൽ നിനക്ക് വേണ്ടി എൻ്റെ ജീവൻ ഞാൻ കൊടുക്കും. ചേച്ചി, ഇനി ചേച്ചി വിഷമിക്കണ്ട. നമ്മുടെ ആനന്ദ് ഭദ്രമായി വീട്ടിലെത്തിയല്ലോ. പണം പുടങ്ങി പോട്ടെ ചേച്ചി. ആനന്ദ് സുരക്ഷിതനായി വന്നല്ലോ, അത് മതി. സ്വർഗത്തിലിരിക്കുന്ന ചേട്ടന്റെ ആത്മാവിന് ശാന്തി കിട്ടും. ദൈവമുണ്ട് ചേച്ചി, അതുകൊണ്ടാ നമ്മുടെ ആനന്ദിനെ നമുക്ക് തിരികെ കിട്ടിയത്. മോളെ വൈഷ്ണവി, ആനന്ദ് തിരികെ വന്നു. സന്തോഷമായല്ലോ. നിന്റെ ചേട്ടൻ ഒന്നും സംഭവിച്ചില്ല, ഭദ്രമായിട്ടാ വീട്ടിലെത്തിയത്. അല്ല ചേച്ചി, അർജന്റായിട്ട് വീട്ടിൽ വരണമെന്ന് പറഞ്ഞു. എന്താ? ആനന്ദിന് എന്തെങ്കിലും സംഭവിച്ചോ എന്ന് പേടിച്ച് ഞാൻ ഓടി വന്നതാ. ഇത്രയും നേരം എവിടെയായിരുന്നു ചന്ദ്രശേഖര? എവിടെയായിരുന്നു?
ചേച്ചി എന്താ അങ്ങനെ ചോദിച്ചേ? ചോദിച്ചതിന്റെ മറുപടി പറ. അത് ഞാൻ ഓഫീസിൽ പോയതാ ചേച്ചി. ചേച്ചിയോട് പറഞ്ഞിട്ടല്ലേ ഞാൻ പോയത്, പിന്നെ എന്തിനാ അങ്ങനെ ചോദിക്കുന്നേ? ഞാൻ ഓഫീസിലേക്ക് ഫോൺ ചെയ്തു, അപ്പൊ നീ ഓഫീസിൽ ഇല്ലെന്ന് പറഞ്ഞു. ഞാൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു ചേച്ചി. സ്റ്റാഫ് ആരോ ചേച്ചിയോട് കള്ളം പറഞ്ഞിരിക്കുക. എന്നോട് ആരും കള്ളം പറയില്ല. അപ്പോ ഞാൻ കള്ളം പറയുന്നു എന്നാണോ? അല്ല, ചേച്ചി ഓഫീസിൽ എപ്പോഴാണ് വിളിച്ചത്? അരമണിക്കൂറിന് മുമ്പ്. ഓ, അപ്പോഴാണ് വിളിച്ചത്. ഞാനപ്പോ അമ്പലത്തിൽ പോയിരിക്കുകയായിരുന്നു. നമ്മുടെ ആനന്ദ് ഭദ്രമായി വീട്ടിൽ വരാൻ പ്രാർത്ഥിക്കാൻ പോയതാ. വേണമെങ്കിൽ എന്റെ നെറ്റിയിൽ നോക്ക്, കുറി തൊട്ടിരിക്കുകയല്ലേ. ഞാൻ നിന്നോട് തുറന്നു ചോദിക്കുക, സത്യം പറ, എന്തിനാ ഇങ്ങനെ ചെയ്തത്? ഞാൻ എന്ത് ചെയ്തു? ഒരുപാട് അഭിനയിക്കണ്ട ചന്ദ്ര. ഞാൻ എന്തിനാ ചേച്ചി അഭിനയിക്കുന്നേ? ചേച്ചിയുടെ മുമ്പിൽ എപ്പോഴെങ്കിലും ഞാൻ അഭിനയിച്ചിട്ടുണ്ടോ? ചേച്ചി എന്നെ തന്നെ സംശയിക്കുകയാണോ? എന്റെ സംശയം സത്യമാകരുതെന്നും എന്റെ വിശ്വാസം തെറ്റല്ലേ എന്നുമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ശരിക്കും ചേച്ചിയുടെ സംശയം എന്താ? എന്നെ കിഡ്നാപ്പ് ചെയ്ത് ചെറിയച്ഛനാന്നാ ഇവര് പറയുന്നത്. എന്റെ ഈശ്വര, ഞാനെന്തിനാ എന്റെ ആനന്ദ് മോനെ കിഡ്നാപ്പ് ചെയ്യുന്നത്? ആരാ അങ്ങനെ പറഞ്ഞത്? ഈ മാനേജറും സെക്യൂരിറ്റിയും. നിങ്ങൾക്ക് എന്നെ കണ്ടിട്ട് എന്താ തോന്നുന്നേ? കിഡ്നാപ്പറായിട്ട് തോന്നുന്നു? ഇവനെന്റെ ചേട്ടന്റെ മകൻ മാത്രമല്ല, എനിക്കും മകനെ പോലെയാ. ആനന്ദ് എന്റെ ജീവനാണ്. എന്റെ ജീവനും ഞാൻ നശിപ്പിക്കുന്നു. ചില്ലിക്കാശിന് വേണ്ടി എന്റെ ആനന്ദിനെ ഞാൻ കിഡ്നാപ്പ് ചെയ്തു എന്നാണോ? എന്റെ കൈ പിടിച്ച് വളർന്ന, എന്റെ തോളത്തിരുന്ന് കളിച്ച് നടന്ന എന്റെ കുഞ്ഞാനന്ദിനെ ഞാൻ... നിങ്ങൾക്ക് എങ്ങനെയാ മനസ്സ് വന്നത് ഇത്രയും വലിയൊരു കുറ്റം എന്റെ മേൽ ആരോപിക്കാനായിട്ട്? എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ എന്നെ സംശയിക്കുന്നത്? പറയൂ. പിന്നെ ഇതെന്താ? മോതിരം അതുപോലെ എനിക്കറിയില്ലെന്നാണോ വിചാരിച്ചത്? അതിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്ക്. നിങ്ങൾക്ക് എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? മോതിരം കണ്ടിട്ട് എനിക്കെന്ത് ഓർമ്മ വരാന്? ഇത് എൻഗേജ്മെന്റ് റിങ്ങോ വെഡിങ് റിങ്ങോ ഒന്നും അല്ലല്ലോ. ഓർമ്മ വയ്ക്കാനായിട്ട് എന്റെ കല്യാണം പോലും കഴിഞ്ഞിട്ടില്ല. അപ്പോ ഈ മോതിരം കാണുമ്പോ നിങ്ങൾക്ക് ഒന്നും തന്നെ ഓർമ്മ വരുന്നില്ല? എന്ത് ഓർമ്മ വരണമെന്നാ നിങ്ങൾ ഈ പറയുന്നത്? ഇത് നിങ്ങളുടെ മോതിരമല്ലേ? എന്റെ മോതിരോ? അതെ ചന്ദ്ര, അത് നിന്റെ മോതിരമാണ്. ഞാനല്ലേ വാങ്ങിത്തന്നത്. ഈ മോതിരം ആനന്ദിനെ കിഡ്നാപ്പ് ചെയ്ത സ്ഥലത്തുനിന്ന് അബിക്കും വസുവിനും കിട്ടിയതാ. ഈ റിങ് തെളിവാക്കി വെച്ചാ എന്നെ കിഡ്നാപ്പ് ചെയ്തത് ചെറിയച്ഛനാണെന്ന് ഇവര് പറയുന്നത്. ചെറിയച്ഛന്റെ ഈ റിങ് ആ സ്ഥലത്ത് എങ്ങനെ എത്തിയത്? പറയ് ചന്ദ്ര, നിന്റെ മോതിരം ആനന്ദിനെ കിഡ്നാപ്പ് ചെയ്ത സ്ഥലത്ത് എങ്ങനെ വന്നു? പറയൂ ചെറിയച്ഛ. പറയ് ചെറിയച്ഛ. ഞാൻ എന്തു പറയണമെന്നാ മോളെ? ഒരു മോതിരം തെളിവായി വെച്ച് എന്നെ സംശയിക്കുന്നു എന്ന് പറഞ്ഞ് ഞാൻ വിഷമിക്കണോ? മനുഷ്യനേക്കാളും സാധനങ്ങളോടാണ് മനുഷ്യന് വിശ്വാസമെന്ന് പറഞ്ഞ് വിഷമിക്കണോ? എനിക്കറിയില്ല. ഒരു ചെറിയ മോതിരം ഒരു കിഡ്നാപ്പർ എന്ന പേരെനിക്ക് തന്നിരിക്കുക. നിന്റെ മോതിരം അവിടെ എങ്ങനെ വന്നു പറ ചന്ദ്ര. ആ മോതിരം എന്റേതല്ല ചേച്ചി.
അത് നിന്റെ മോതിരമാണ്, ഞാൻ തന്നതല്ലേ. ചേച്ചി തന്ന മോതിരം ഇപ്പോഴും ഭദ്രമായി എന്റെ കയ്യിൽ തന്നെയുണ്ട്. കണ്ടില്ലേ?